ഇപ്പം ഞാൻ അറിഞ്ഞിങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഈ പ്രദേശത്തുള്ള ആൾക്കാരാണോ ഇത് അറിഞ്ഞു വന്നാണോ? ഞങ്ങളിപ്പോൾ ഇത് അറിഞ്ഞു വന്നതാണ്. ഞങ്ങളിപ്പോൾ നേരം പോലെ തന്നെ ഞങ്ങളറിയണത് ഈ കാര്യങ്ങളൊക്കെ. ഇതെന്താ സംഭവം എന്ന് വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല? മെമ്പർമാരും മെമ്പർ ഉണ്ടായിരുന്നു. പുള്ളി ശേഷം വന്നത് രാത്രി 11:30 ശേഷം ഉണ്ടായേ. ഇവിടെ എപ്പോഴും ആളുള്ളതാ, ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇത് അറിഞ്ഞ് രാത്രി അറിഞ്ഞില്ല, രാവിലെ അറിഞ്ഞാൽ വന്നേ. എന്തായാലും സംഭവം അറിഞ്ഞേ? ഒന്നും നമുക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്താന്നുള്ളത്. ഈ പയ്യനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടില്ല. ഇല്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ആളുകളാ. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുന്ന ആളുകളല്ല അവര്. നമുക്ക് ഫോട്ടോ കണ്ടിട്ടും ആളെ മനസ്സിലാവണില്ല. രാത്രി 11:30 ഉണ്ടായെന്ന് പറയണ. പക്ഷെ ഇവിടെ എപ്പോഴും ആളുള്ളതാ. ഇവിടെ വീടുകളൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ളതാ. ഇവിടെ എപ്പോഴും പിള്ളേരുകളും എല്ലാവരും ഇരിക്കണതാ. പിന്നെ കൃത്യമായിട്ട് എന്താ ഏതാന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് നാട്ടുകാർ അറിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇത് ജനവാസ മേഖലയാണ്, അതായത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അപകടം നടന്ന പല ആളുകളും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് രാത്രി അറിഞ്ഞില്ല, ഇന്ന് രാവിലെയോടുകൂടിയാണ് മെമ്പറൊക്കെ വന്ന ശേഷമാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. നടന്നത് എന്തായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയെന്ന് FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഈ അക്രമത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണമാണ് ഇനി അറിയാനുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മുൻപുണ്ടായിരുന്ന വൈരാഗ്യം കൊലപാതകത്തിലേക്ക് കലാശിച്ചതാണോ, അതല്ല എങ്കിൽ ഈ പെട്ടെന്നുണ്ടായ ഈ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രകോപനം തന്നെയാണോ എന്ന് അറിയേണ്ടതുണ്ട്. CISF ജവാന്മാരുടെ വൈദ്യപരിശോധന അടക്കം നടത്തണം. ഇവർ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിൽ നയിച്ചതെങ്കിൽ അത് അംഗീകരിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? CISF ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ പ്രതികളായിട്ട് FIR പറയുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും പോലീസിന് ചെക്ക് ചെയ്യാൻ പറ്റിയോ? കാര്യം വല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണോ ഇവർ? നേരത്തെ ഇവർ ഇങ്ങനെ സമാനമായ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഇവർ നമുക്ക് ലഭിച്ചോ? SKN അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. CISF ജവാന്മാർ, അതായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വിനയകുമാറിന്റെ പശ്ചാത്തലം അന്വേഷിച്ചു വരികയാണ്. ഇത് ഇന്നലെ രാത്രിയോടുകൂടി മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാനായത്. അതുകൊണ്ട് അയാളും ഈ ചോദ്യം ചെയ്യലിനോടക്കം നിലവിൽ അയാൾ സഹകരിക്കുന്ന സാഹചര്യമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ രീതിയിലേക്ക് എത്തൂ എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. SP-യുടെ നേതൃത്വത്തിലായിരിക്കും CISF ജവാനെ ചോദ്യം ചെയ്യുക. ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടിക്കളയാൻ ശ്രമിക്കുകയും പിന്നീട് അത് നാട്ടുകാരടക്കം ഇടപെട്ട് അയാളെ പിടികൂടുകയായിരുന്നു. അയാൾക്ക് ചില പരിക്കുകളൊക്കെ പറ്റിയിരുന്നു. അയാളെ നിലവിൽ LF ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇവരുടെ പശ്ചാത്തലം വിശദമായി പരിശോധിച്ച് വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം മുൻപുണ്ടായിരുന്നോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ CISF സെക്യൂരിറ്റി ഫോഴ്സിലൊക്കെ ഉള്ള ആളുകൾക്ക് അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നേരത്തെയൊക്കെ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ആ സാഹചര്യമൊക്കെ ഇതിൽ ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കുടുംബം ഇതിൽ ശക്തമായ അന്വേഷണം വേണം എന്നൊക്കെ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിലും പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ളത്. പോലീസ് ഈ ശാസ്ത്രീയ തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ കേസിൽ ദൃക്സാക്ഷികളില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ശാസ്ത്രീയ തെളിവുകളായിരിക്കും ഏറ്റവും നിർണായകമായി വരിക. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ കാണുന്ന രക്തത്തിൻ്റെ പാടുകളും CCTV ദൃശ്യങ്ങളും ആണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി വരിക. പ്രതികളുടെ മൊഴികൾക്ക് അപ്പുറം ഈ റോഡ്, അതായത് ഈ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കം എവിടെ വെച്ച് ഉണ്ടായി എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ടുള്ള CCTV ഒക്കെ ലഭ്യമാകുമോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഈ CCTV, അതായത് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ CCTV തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് ആയി മാറാൻ പോകുക. ഒരു എത്രയോ മീറ്ററോളമാണ് ഈ യുവാവിനെ ഈ ബോണറ്റിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ആ CCTV കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കേസിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമൊക്കെ വിശദമായി പരിശോധിച്ച് വരികയാണ്. ഒരുപക്ഷെ ഒരു മണിക്കൂറിനും 2 മണിക്കൂറിനകം തന്നെ ഈ കേസിൻ്റെ ഒരു ആകെ ചിത്രം മനസ്സിലാകും. ഇതൊരു കൊലപാതകം തന്നെയെന്ന് പോലീസിൻ്റെ FIR-ൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ എന്താണ് കാരണം എന്നുള്ളതാണ് കണ്ടെത്താനുള്ളത്. ഇതിൽ ഇവർ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ബാക്കി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യും. SKN. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ചെറുപ്പക്കാരനെയാണ് CISF ഉദ്യോഗസ്ഥന്മാർ കാറിടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. റീന സതീശൻ പറയുന്നു, ചെറിയ തർക്കങ്ങൾ പോലും ഒരാളുടെ ജീവൻ എടുക്കാൻ കാരണമാകുന്നു എന്നത് ഈ കാലത്തിൻ്റെ ദയനീയ അവസ്ഥയാണെന്നാണ് റീന പറയുന്നത്. ഗോപിക പറയുന്നു, അവിടുത്തെ നാട്ടുകാരും പ്രതികരിക്കാത്തതിലായിരിക്കാം ബെസ്റ്റ് നാട്ടുകാർ എന്ന് പറയുന്നു. അവരറിഞ്ഞില്ല, രാത്രി നടന്ന സംഭവമല്ലേ, രാവിലെ അവർ വന്ന് അവർ കേട്ടറിഞ്ഞ് വരികയായിരുന്നു. നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല.